MRC ഷമീർ കഴിഞ്ഞ ദിവസം കടന്നുകൊണ്ട് ഷാർജ ഷേഖ് അടിക്കുന്ന ഒരു വീഡിയോ നമ്മളെല്ലാവരെയും തൊപ്പി കാണിച്ചു തന്നു. ഓന്റെ ഷാർജ ഷേഖ് അടി എന്നിട്ട് തൊപ്പി നമ്മളോട് ഒരു കാര്യം പറഞ്ഞു. കണ്ട എവിടെച്ച് കണ്ട അല്ല ഓൻ ഷാർജ ഷേഖ് അടിക്കുന്ന വീഡിയോ ഞങ്ങൾ കണ്ടിട്ട് എന്തിന്റെ വിളിച്ചാണെന്നാണ് നീ വിചാരിക്കുന്നത്? അവൻ അവന്റെ സ്വന്തം ബനാന എടുത്തിട്ടല്ലേ ഷാർജ അടിച്ചത്. അവൻ നിന്റെ ബനാനയിൽ കയറി പിടിച്ചിട്ടൊന്നല്ലോ ഷാർജ അടിക്കുന്നത്. അവൻ ഷാർജ ചിലപ്പോൾ അടിച്ചെന്നിരിക്കും. താരയുടെ കാമുകൻ. ഹലോ ഹലോ അല്ല ഞാൻ ട്രെയിനിലെത്തിയാ. ഇതാരാ? ഷമീർ ഇതൊന്നും ഇല്ല. ഷമീറിന്റെ കേസൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഷമീറൊക്കെ അങ്ങനെ ഇഷ്യൂ ഒന്നുമില്ല. നമ്മളെ ഇടയിൽ ആകെ ഈ പറയുന്ന കുറച്ച് ഷമീറിന് എനിക്ക് ഈഗോ എന്ന് പറയുന്നത് എന്താ വെച്ചാൽ വാച്ചിങ്ങിന്റെ കേസിൽ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അല്ലാതെ ഞാൻ ഷമീറൊക്കെ വാസ് ഗുഡ് ഫ്രണ്ട്. സ്റ്റിൽ എനിക്ക് അങ്ങനത്തെ ഓനായിട്ട് വേറെ ഇഷ്യൂ കാര്യങ്ങളൊന്നും എനിക്ക് ഷമീറിനായിട്ടില്ല. നമ്മൾ എപ്പോഴും ഈ പറയുന്ന പോലെ ലാസ്റ്റ് ടൈമിലും കൂടിയും ഈ പറഞ്ഞ പോലെ ഓനെ എനിക്ക് ഈദ് മുബാറക്കൊക്കെ ഇങ്ങോട്ട് അയച്ചിട്ട് നമ്മൾ അങ്ങോട്ട് ആക്കിയതിൻ്റെ ഒരു ഇതൊക്കെ അയച്ചതാ. അല്ലാത്ത ഞങ്ങളുടെ ഇടയിൽ ഈ വാച്ചിങ്ങിന്റെ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അല്ലാതെ വേറെ ഒരു ഇഷ്യൂവും ഞാനും ഷമീറും തമ്മിൽ വേറെ ഇല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ വേറെയുള്ള ആൾക്കാർ അങ്ങനെയല്ല. പറഞ്ഞോ ഹലോ, അതാര് വേറുള്ള ആൾക്കാര്? ഇന്നലത്തെ ലൈവ് ഡിലീറ്റാ. സനു മഞ്ജു വാര്യർ ആണ്. സനുവിന്റെ വീഡിയോ ഞാൻ കണ്ടു. അമേസിംഗ് വർക്ക് കേട്ടോ. ഭയങ്കര അത്ഭുതമാണ് ഇങ്ങനെയൊക്കെ കഴിവുള്ളത്. എന്തായാലും നന്നായിരിക്കട്ടെ. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. അശ്ലീല ദൃശ്യങ്ങൾ പോസ്റ്റ് ചെയ്ത് യൂട്യൂബർ തൊപ്പിക്കെതിരെ കേസ്. ഇതാരാ? ഹലോ ആ ആ സുഖം. ഇതാരാ? വലിയൊരു ആരാധകനാണ്. ആണോ? സ്കൂളിൽ പഠിക്കുന്നതാണോ? അല്ലടാ, സംഭവം എന്ന് വെച്ചാല് ഞാൻ ഒരു കാര്യം പറയാൻ വിളിച്ചാ. പിന്നെ അതിന്റെ സംഭവം ഇങ്ങനെ വർക്കിന്റെ വീഡിയോ കണ്ട നമ്മള് തൊപ്പിനെ പറ്റി അങ്ങനെ പറയാൻ വിചാരിച്ചു. പിന്നെ തൊപ്പി പറഞ്ഞ വിചാരിച്ച് തൊപ്പിന്റെ ഭാഗത്താ ശരി വിചാരിച്ച്. അത് ഓനൊരു മസാല സാധനം ഇട്ടല്ലോ. സംഭവം അങ്ങനെയാണ് ഇപ്പൊ. ശരിക്കും ഇഞ്ച സംഭവം കേസെല്ലാം തെളിഞ്ഞു വന്നാലേ എല്ലാവരും സംഭവം കറക്റ്റ് കാര്യം മനസ്സിലാവും. ഞാൻ ഇത് പ്രസ് മീറ്റ് വിളിക്കുന്നുണ്ടോ? പ്രസ് മീറ്റില് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. എങ്ങനെ സംഭവം തെളിയിച്ചാലേ എല്ലാവരും ഇനിയിപ്പോ ഉണ്ടാവും. അതന്നെ, അത് മനസ്സിലായി. അല്ല, തെളിയിക്കാന്ന് പറഞ്ഞാല് എന്റെ അതിന് എന്താടാ തെറ്റുള്ള അല്ല. ഇത് ഞാൻ ഡ്രഗ് ടെസ്റ്റ് നടത്തിയിട്ടുണ്ട്. പിന്നെ ഇത് സ്ക്രിപ്റ്റ് ആണെന്നല്ലേ പറയൂ. തെറ്റുണ്ട് എന്നല്ല പറയുന്നത്. ആളുകൾ പലതും അങ്ങനെയാ വിശ്വസിച്ചിട്ടുള്ള ഏകദേശം. കേസെല്ലാം ഇനി തെളിഞ്ഞു വന്നാൽ ആ സംഭവം മൊത്തത്തില് തെറ്റാവും. അതെ, എന്തായാലും നോക്കാം. അല്ല, പ്രസ് മീറ്റ് വിളിക്കുന്നുണ്ട്. അപ്പൊ അതിൽ കുറച്ച് കാര്യങ്ങൾ പറയും. പിന്നെ ഡ്രഗ് ടെസ്റ്റ് ചെയ്താക്കുന്ന വാണം പെടുന്നില്ല എന്നുള്ളതോ? അത് ചെയ്യാത്ത ആരും ഉള്ളടാ. അല്ല, നല്ല ശരി തന്നെയാണ്. എല്ലാരും ഇങ്ങനെ പല രീതിയിൽ തെറ്റിദ്ധരിച്ചിട്ടുള്ള ആരെ ഭാഗത്ത ശരിയെന്നും പറഞ്ഞാനാവില്ല. അതെ, എല്ലാം പുറത്തു വരും. സത്യങ്ങളെല്ലാം പുറത്തു വരും. എങ്ങനെയാ ആരാന്ന് വെച്ചാൽ അത് തെളിഞ്ഞു കാരണം എന്നാലും ഉഷാറാവും സംഭവം. അതെ, അത് വരുവാടാ ഇൻഷാ അല്ലാഹ്. വരട്ടെ. ഓക്കെ, ശരി, ബൈ. പിന്നെ അത് മാത്രല്ല, ഈ GTA സെറ്റ് ആകാറുണ്ടല്ലോ എങ്ങനെയാണ് ഗ്യാങ്? ഗ്യാങ് വരുന്നുണ്ട്. അപ്പൊ ശരി, ബൈ. ഓക്കെ. ഷമീറിന്റെ നമ്പർ പറയാൻ ഞാൻ വിളിക്കാം. അല്ലാണ്ട് ഉമ്മ ഒന്ന് പോയട്ടെ മുത്തേ. ഇതാരാ? ഇത് എന്തൊരു ഇടങ്ങാറാ ഇത്. ഹലോ കേക്കാം. കേക്കാം. I will never be involved in drugs, drug dealing or any illegal way of making money. ഞാൻ എന്ത് പണിയെടുത്താലും ഈവൻ പട്ടിണി കിടന്നാൽ പോലും ഞാൻ ഈ പരിപാടി ചെയ്യത്തില്ല. അന്നൊന്നും ചെയ്യത്തില്ല. MRC ഷമീർ കഴിഞ്ഞ ദിവസം കടന്നുകൊണ്ട് ഷാർജ ഷേഖ് അടിക്കുന്ന ഒരു വീഡിയോ നമ്മളെല്ലാവരെയും തൊപ്പി കാണിച്ചു തന്നു. ഓന്റെ ഷാർജ ഷേഖ് അടി കണ്ടിട്ട് തൊപ്പി നമ്മളോട് ഒരു കാര്യം പറഞ്ഞു. കണ്ട എവിഡൻസ് കണ്ട അല്ല ഓൻ ഷാർജ ഷേഖ് അടിക്കുന്ന വീഡിയോ ഞങ്ങളെ കാണിച്ചിട്ട് അത് എന്തിന്റെ എവിഡൻസ് ആണെന്നാണ് നീ വിചാരിക്കണത്? അവൻ അവന്റെ സ്വന്തം ബനാന എടുത്തിട്ടല്ലേ ഷാർജ അടിച്ചത്. അവൻ നിന്റെ ബനാനയിൽ കയറി പിടിച്ചിട്ടൊന്നും അല്ലല്ലോ ഷാർജ അടിക്കണത്. അവൻ ഷാർജ ചിലപ്പോ അടിച്ചെന്നിരിക്കും.
ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. ഞാൻ പെണ്ണ് കാണാം. വീട്ടുകാരുടെ നിർബന്ധം കാരണം ഞാൻ ഒരുപാട് സ്ഥലം RJ7 gang yeah ನಮ್ಮ game So, final wording is that no more MRC. MRC officially dismantled ആയിട്ടുണ്ട്. എടാ പക്ഷെ ഒരു പുറത്തെ കാര്യത്തിന് ഇതെന്താ ഗെയിം ഇതാക്കിയത് നമുക്ക് മനസ്സിലാകത്ത കേട്ടോ. MRG കുര്യനിൽ ഇപ്പൊ ഒരു സ്റ്റോറി ഷൂട്ടിങ് നടക്കുന്നുണ്ടല്ലോ. കടം വീട്ടി കൈകോർത്ത് വന്നവനും നിന്നവനും ഒന്നായപ്പോ ഒരു കാര്യം ഉറപ്പ്, ഞാൻ തന്നെ വില്ല. ഇതാരെ ഈ വിളിച്ചോണ്ടിരിക്കുന്നത്? ഹലോ ആ തൊപ്പി മാനസിക രോഗിയാണ് ഇപ്പോൾ മനസ്സിലായി. വെറുതെ അല്ല അവൻ്റെ ഒപ്പം റൂമിൽ കൂട്ട് ചെയ്ത് ജാസിന്റെയും ഷമീറിന്റെയും അമ്മുവിന്റെയും വീഡിയോ ഞാൻ കണ്ടു. അപ്പോൾ മനസ്സിലായി തൊപ്പി ഒരു കുറുവനാണ്. റാംബോ നാളെ